ഈ വിഷയം തന്നെ തബ്ലീഗമായ തേർക്കുണ്ട്. ഒയ്ബ് അറിയില്ല, പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു അല്ലാതെ അറിയില്ല. ഇതിനകത്താണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ കെ ഇൽമുൽ ഗൈബ് നഹായ, നബിക്ക് ഒരു പറഞ്ഞ കാര്യം അറിയില്ല. സബീ ഉസ്കെ ദഅവാദി, അങ്ങനെ വാദന്റെ റസൂലുള്ളാഹിക്ക് ഇല്ലായിരുന്നു. ആര് തബ്ലീഗമായത്തിന്റെ വിശ്വാസതാണ്. റഷീദ് അഹമ്മദ് ഗാംഗോഹി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വാദം റസൂലുള്ളാഹിക്ക് ഇല്ലായിരുന്നു. നബിക്ക് അങ്ങനെ വാദമില്ല. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ അറിയുന്നുള്ളു. പറഞ്ഞ ഒത്തിരി കാര്യം പറഞ്ഞിട്ടില്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹിയിൽ നിന്ന് 3 ബാഗുകൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. 3 ചാക്ക് കെട്ടി എൽമുകൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഒരു ചാക്ക് കെട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഒന്നുകൊണ്ട് ഞാൻ അമൽ ചെയ്യുന്നു, ഒന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ കഴുത്തിന് മേലെ തലയുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അതിനകത്ത് എന്താ ഉള്ളത്? നബി അന്ന് ഒരു ദിവസം സുബഹി നിസ്കരിച്ച് മെമ്പറിൽ കയറി ദുഹർ വരെ പറഞ്ഞു, ദുഹർ നിസ്കരിച്ച് കയറിയിട്ട് അസ്ർ വരെ പറഞ്ഞു, അസ്ർ നിസ്കരിച്ച് കയറി മഗ്‌രിബ് വരെ പറഞ്ഞു, പിന്നെ മെമ്പറിൽ കയറി ഇശാ വരെ പ്രസംഗിച്ചില്ലേ? അങ്ങനെ പ്രസംഗം മൂത്ത പ്രസംഗം ഒത്തിരി നീണ്ടു, സുബഹി വരെയാണെന്നാണ്. ആ പ്രസംഗത്തിൽ നബി ഇവിടെ ഖിയാമത്ത് നാളോളം വരുന്ന ഓരോ ഭരണാധികാരികളും അവരുടെ സ്വഭാവങ്ങളും അവരുടെ തന്തയുടെ പേരും അവരുടെ കുടുംബ പേരും അവരുടെ അഡ്രസ്സും അവന്റെ സ്വഭാവവും അവരോട് എന്ത് കാണിച്ചു കൂട്ടുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ കാര്യമാണോ? അല്ലേ? അതൊക്കെ പറഞ്ഞ കാര്യമല്ലേ? നബി പറഞ്ഞിട്ടില്ല അങ്ങനെ? ഇതേപോലെ എത്രയോ കാര്യങ്ങൾ റസൂലിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മൾ കണ്ടെത്താതെ വരുന്ന കാര്യങ്ങൾ കുറേയുണ്ട്. ഈ വളഞ്ഞ വടിയിൽ സംസാരിക്കൽ, അതും റസൂലിനെ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിച്ചില്ലേ? വളഞ്ഞ വടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്ക്, അതിലെന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യൻ സംസാരിക്കുന്ന കാലഘട്ടം വരെ ഖിയാമത്ത് വരില്ല എന്ന് പറഞ്ഞാലല്ലേ? ഒരു വ്യക്തിയുടെ തൊട താൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് തിരിച്ചു വരുന്നത് വരെ തൻ്റെ ഭാര്യ വീട്ടിൻ്റെ ഉള്ളിൽ എന്ത് പ്രവർത്തിച്ചിരുന്നു, അല്ലെങ്കിൽ അവളെ തൻ്റെ അസാന്നിധ്യത്തിൽ എന്ത് പ്രവർത്തിച്ചിരുന്നു എന്ന് ഒരു വ്യക്തിയുടെ തൊട അവനോട് സംസാരിക്കുന്ന കാലം വരെ ഖിയാമത്താണുള്ളവർ വരില്ല എന്ന് പറഞ്ഞ കാര്യമല്ലേ? സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കും എന്ന് പറഞ്ഞ കാര്യമാണോ? ഇപ്പോൾ കിഴക്കുന്നല്ലോ ഉദിക്കുന്നത്? ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളല്ലേ? അപ്പൊ ഇതിനർത്ഥം എന്താ? ഇത് റിസർവ് ചെയ്യപ്പെട്ട ഇൽമാണ്. ആ ഇൽമ് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവൻ അറിയിച്ചു കൊടുത്താൽ അവർക്ക് അറിയും. അതുകൊണ്ട് സ്വയം കഴിവുണ്ടെന്ന് റസൂലുള്ളാഹി വാദിച്ചിട്ടില്ല. നബിക്ക് അങ്ങനെ വാദമില്ല. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ അറിയുന്നുള്ളൂ. പറഞ്ഞ ഒത്തിരി കാര്യം പറഞ്ഞിട്ടില്ലേ?